ഹലോ മക്കളെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നെൻ്റെ ക്ലാസ് സ്റ്റാറ്റിൻ്റെ അടുത്ത പ്രോബ്ലമാണ്. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം ഈ അർത്തമാറ്റിക് മീനിൻ്റെ കാൽക്കുലേഷനെ പറ്റി നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത്. അപ്പോൾ അതിൽ ലാസ്റ്റ് ഒരെണ്ണം കൂടെ ഉണ്ട്, കണ്ടിന്യൂസ് സീരീസ്. ഇൻഡിവിജ്വൽ സീരീസും അതുപോലെ തന്നെ ഡിസ്ക്രീറ്റ് സീരീസും കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞു. ഇനിയും കണ്ടിന്യൂസ് സീരീസ് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ. തരുന്നത് ക്ലാസ് കണ്ടിന്യൂസ് സീരീസാണ്. അതായത് ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും ഉണ്ട്, ലോവർ ലിമിറ്റ് അപ്പർ ലിമിറ്റ്. അപ്പോൾ ആ രണ്ട് ലിമിറ്റ് തരുമ്പോൾ അതിൻ്റെ മിഡ് വാല്യൂ കാണണം. അതാണ് ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ടത്. കണ്ടിന്യൂസ് സീരീസിൽ മിഡ് വാല്യൂ, മിഡ് എക്സ്, അതായത് മിഡ് എക്സ് കാണുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതാണ്ട് ഇപ്പം ലോവർ ലിമിറ്റ് 0, 10 എന്ന് പറയുന്നത് അപ്പർ ലിമിറ്റ്, അടുത്ത ലോവർ ലിമിറ്റ് 10, അപ്പർ ലിമിറ്റ് 20. അപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും കൂടെ ആഡ് ചെയ്യണം, കൂട്ടണം, എന്നിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അത്രയേ ഉള്ളൂ. ഇപ്പോൾ 0, 10, 10 തന്നെ, അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 എന്ന് പറഞ്ഞാൽ 20, 10, 30, അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 15. അതുപോലെ 30, 20, 50, അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 25. ഈ രീതിയിൽ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ആഡ് ചെയ്തിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂവിനെയാണ് നമ്മൾ മിഡ് വാല്യൂ എന്നോ മിഡ് എക്സ് എന്നോ ഒക്കെ വേണേൽ വിളിക്കാം. അപ്പോൾ ഇവിടെയും ഈ കണ്ടിന്യൂസ് സീരീസിലും നമുക്ക് 3 ഇക്വേഷൻസ് ഉണ്ട്. ഈ 3 ഇക്വേഷൻസും കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ ഡിസ്ക്രീറ്റ് സീരീസിൻ്റെ സെയിം തന്നെയാണ്. അപ്പോൾ ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ, കണ്ടിന്യൂസ് സീരീസിൻ്റെ അതിലെന്താണ് മിഡ് വാല്യൂ എടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ഡയറക്റ്റ് മെത്തേഡ് നോക്കാം. ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുമ്പോൾ സിഗ്മ എഫ് എക്സ് ബൈ ക്യാപിറ്റൽ എൻ ആണ്. എൻ എന്നറിയാം, ടോട്ടൽ ഫ്രീക്വൻസിയാണ്. ഇവിടെ ഞാനൊരു ക്ലാസ് എക്സാമ്പിൾ തന്നിട്ടുണ്ട്. 0, 10, 10, 20, 20, 30, 30, 40, 40, 50. അവിടെ ഫ്രീക്വൻസി 4, 8, 10, 6, 2. ആദ്യം നമ്മൾ ഈ ഫ്രീക്വൻസി എല്ലാം കൂടെ ടോട്ടൽ എടുക്കണം. സിഗ്മ എഫ് അല്ലെങ്കിൽ എൻ എന്ന് പറയും, അത് 30 ആണ്, 30 ആണ്. പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ മിഡ് എക്സ് വളരെ അത്യാവശ്യമായിട്ട് വേണ്ടിയൊരു കാര്യമാണ് മിഡ് എക്സ്. അപ്പോൾ 10ഉം 0ഉം 10, 10നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5. അതൊരു 20ഉം 10ഉം 30, പകുതി 15, 30, 20, 50, പകുതി 25, 40, 30, 70, പകുതി 35. അതുപോലെ തന്നെ 50, 40, 90, പകുതി 45. ഡയറക്റ്റ് മെത്തേഡ് അനുസരിച്ച് നമുക്ക് എഫ് എക്സ് വേണം. എഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഇൻറ്റു എക്സ് ആണ്. എഫ് ഫ്രീക്വൻസി, എക്സ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കണ്ട മിഡ് എക്സ് ആണ്. അപ്പോൾ ആദ്യത്തെ ഫ്രീക്വൻസി 4, മിഡ് എക്സ് 5, 4, 5, 20. അത് അടുത്ത ഫ്രീക്വൻസി 8, മിഡ് എക്സ് 15, 120. അടുത്ത ഫ്രീക്വൻസി 10, മിഡ് എക്സ് 25, 250. അടുത്ത ഫ്രീക്വൻസി 6, മിഡ് എക്സ് 35, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 210. ലാസ്റ്റിൽ ഫ്രീക്വൻസി 2, മിഡ് വാല്യൂ 45, 90. അടുത്ത സ്റ്റെപ്പിൽ നമ്മളിതെല്ലാം കൂടെ, അതായത് എഫ് എക്സ് എല്ലാം കൂടെ ആഡ് ചെയ്തപ്പോൾ എത്ര കിട്ടി? 690, 690 കിട്ടി. ഓക്കെ, ഇനി ഇക്വേഷൻ അങ്ങോട്ട് അപ്ലൈ ചെയ്തു. എഫ് എക്സ് ബൈ എൻ, എഫ് എക്സ് ഇപ്പോൾ നമുക്ക് കിട്ടി സിഗ്മ എഫ് എക്സ് 690 ഡിവൈഡഡ് ബൈ എൻ നമ്മുടെ കയ്യിലുണ്ട് 30. ഡിവൈഡ് ചെയ്തപ്പോൾ എത്ര കിട്ടിയ ആൻസർ? 23. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഷോർട്ട് കട്ട് മെത്തേഡാണ്. ഷോർട്ട് കട്ട്, അതായത് എ പ്ലസ് ഷോർട്ട് കട്ട് വരുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു തന്നിരിക്കുന്ന മിഡ്, അതായത് ഇപ്പം നമ്മൾ ക്ലാസ്സിനെ മിഡ് വാല്യൂ ആക്കും. ആ മിഡ് വാല്യൂവിൻ്റെ ഏകദേശം സെൻറ്ററിൽ നിന്നൊരു വാല്യൂ എടുക്കണം. അതാണ് അസ്യൂംഡ് മീൻ, അതിനെയാണ് എ എന്ന് പറയുന്നത്. പിന്നെ സിഗ്മ എഫ് ഡി ബൈ എൻ ആണ്. അപ്പോൾ ഇവിടെ നോക്കൂ, അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഈ മിഡ് എക്സിൽ നിന്ന് ക്വസ്റ്റ്യൻ ഇത് തന്നെ, മിഡ് എക്സിൽ നിന്ന്. അപ്പം എഫ് എക്സ് വേണമെങ്കിൽ ഇത് മാത്രം ചെയ്താൽ മതി. പിന്നെ എഫ് ഡി എൻ അല്ലെങ്കിൽ എ പ്ലസ് സിഗ്മ എഫ് ഡി ബൈ എൻ, അതുപോലെ സ്റ്റെപ്പ് ഡീവിയേഷന്, ഇതെല്ലാം ഈ ഒരൊറ്റ കണക്കിൻ്റെ അകത്ത് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് അടുത്തത് എന്താ, എഫ് എക്സ്. ഇപ്പം നമുക്ക് രണ്ടാമത്തെ മെത്തേഡ്, അതായത് ഷോർട്ട് കട്ട് മെത്തേഡ് എന്ന് പറയുമ്പോൾ എ പ്ലസ് സിഗ്മ എഫ് ഡി ബൈ എൻ ആണ്, ഓർത്തിരുന്നണം. അപ്പോൾ നമ്മൾ ആ മിഡ് എക്സിൽ നിന്ന് സെൻറ്റർ ഭാഗം എടുക്കും. സെൻറ്ററിലെ ഒരു വാല്യൂ എടുത്തു. സെൻറ്റർ വാല്യൂ ഏതാണ്? 25. ആ 25നെ നമ്മൾ എ അസ്യൂംഡ് മീൻ. അടുത്ത സിഗ്മ എഫ് ഡി, അതിനെ നമുക്ക് ആദ്യം കാണേണ്ടത് ഡി ആണ്. ഡി എന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു എക്സ് മൈനസ് എ ആണ്. ഓരോ എക്സിൽ നിന്നും, ഇതാണല്ലോ എക്സ്, ഓരോ എക്സിൽ നിന്നും എ, അതായത് നമ്മുടെ അസ്യൂംഡ് മീൻ കുറച്ചാൽ മതി, മൈനസ് ചെയ്താൽ മതി. ആദ്യത്തെ എക്സ് 5, അപ്പോൾ എ എന്ന് പറയുന്ന 25. 5ൽ നിന്ന് 25 കുറച്ചാൽ -20. അടുത്തത് 15 ആണ്. 15ൽ നിന്ന് 25 കുറച്ചാൽ -10. പിന്നെ 25ൽ നിന്ന് 25 കുറച്ചാൽ 0.
പിന്നെ 35 നിന്ന് 25. അപ്പം ഓർത്തോണം പ്രത്യേകം എ ആണ് കുറയ്ക്കേണ്ടത്, അസ്യൂംഡ് മീൻ. 35 നിന്ന് 25 കുറയ്ക്കുമ്പോൾ എത്രയാണ്? 10. പിന്നെ 45 നിന്ന് 25 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടി? 20 കിട്ടി. 20 കിട്ടി. അപ്പോൾ അങ്ങനെ ഡീവിയേഷൻ നമ്മൾ എടുത്തു. ഇനി അടുത്ത് നമുക്ക് വേണ്ടത് എന്താ? എഫ് ഡി ആണ്. അതായത് ഇപ്പോൾ കിട്ടിയ ഈ ഡീവിയേഷനെ എഫ് കൊണ്ട്, ഫ്രീക്വൻസി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഫ്രീക്വൻസി അതായത് 4 -20 -80. അടുത്ത 8 ഇൻറ്റു -10 -80. 10 ഇൻറ്റു 0 0. 6 ഇൻറ്റു 10 60. അതുപോലെ 2 ഇൻറ്റു 20 40. ഓക്കെ. ഇനി ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ എഫ് ഡിയുടെ നെഗറ്റീവ് സൈഡ് കൂട്ടി വലത്തോട്ട് എഴുതി വെക്കുക. -80 അപ്പോൾ എത്ര വരും? 160 വരും. -160. അടുത്ത പോസിറ്റീവ് സൈഡ് 60 40 100. ഇനി രണ്ടും തമ്മിലുള്ള വ്യത്യാസം -160 അതുപോലെ 100 വ്യത്യാസം കണ്ടിട്ട് വലിയ സംഖ്യയുടെ ചിഹ്നം ഇട്ടാൽ മതി. 160ഉം 100ഉം തമ്മിലുള്ള വ്യത്യാസം ഡിഫറൻസ് 60 ആണ്. നെഗറ്റീവ് സൈൻ വലിയ സംഖ്യയുടെ, അപ്പം -60. ഓക്കെ. അപ്പോൾ ഇനി ആ ഇക്വേഷൻ എ നമുക്കുണ്ട് 25 കണ്ടല്ലോ. 25 പ്ലസ് സിഗ്മ എഫ് ഡി ദാണ്ട് ഇപ്പോൾ നമ്മൾ കൂട്ടി എഴുതി -60 ഡിവൈഡഡ് ബൈ എൻ ആണ്. ക്യാപിറ്റൽ എൻ നമുക്കറിയാം 30 ആണ്. അപ്പോൾ ആദ്യം നിങ്ങൾ -60യെ 30 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ -2 കിട്ടി. 25ൻ്റെ കൂടെ അത് ആഡ് ചെയ്യുന്നു. മുമ്പേ ഞാൻ പറഞ്ഞ പോലെ 25 പ്ലസ് -2 ആണ്. പോസിറ്റീവ് നെഗറ്റീവ് ഒരിടത്ത് വരുമ്പോൾ തട്ടിപ്പോൾ നെഗറ്റീവ് ആകും. 25 നിന്ന് 2 കുറച്ചാൽ എത്ര വരും? 23 വരും. ഡയറക്റ്റ് മെത്തേഡ് തന്നെ. ഇനി അടുത്ത ലാസ്റ്റ് സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് വരുമ്പോൾ എ പ്ലസ് സിഗ്മ എഫ് ഡിയുടെ കൂടെ ഡാഷ് കൂടെ വേണം. ഡി ഡാഷ് എന്താണെന്ന് ഞാൻ പറഞ്ഞു. എക്സ് മൈനസ് എ ഡിവൈഡഡ് ബൈ സി ക്ലാസ് ഇൻ്റർവൽ അല്ലെ ക്ലാസ് ഡിഫറൻസ് ആണ്. അല്ലെങ്കിൽ അതിനെ ഡി ബൈ സി എന്ന് വിളിച്ചാലും മതിയെന്ന് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ എഫ് ഡി ഡാഷ് ബൈ എൻ ഇൻറ്റു സി. സി എന്ന് പറഞ്ഞാൽ ക്ലാസ്സിലെ ആ ഡിഫറൻസ് ആണ്. അപ്പോൾ അവിടെ നമുക്ക് ഇനി എന്ത് വേണം? ഡി ഡാഷ് വേണം. ഡി ഡാഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഡി കിടപ്പുണ്ട്. ആ ഡിയെ സി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇവിടുത്തെ സി എന്ന് പറയുന്നത് കണ്ടില്ലേ എത്ര വ്യത്യാസം? 0 10 10 20 20 10 വീതമാണ്. അപ്പോൾ ഡിഫറൻസ്, ക്ലാസ്സിലെ ഡിഫറൻസ് 10 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡി എ ഓരോന്നിനെയും ആ 10 കൊണ്ട്, അതായത് ക്ലാസ് ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ -20 ഡിവൈഡഡ് ബൈ 10 അപ്പോൾ -2. -10 ഡിവൈഡഡ് ബൈ 10 അപ്പോൾ -1. 0. പിന്നെ 10 ഡിവൈഡഡ് ബൈ 10 1. 20 ഡിവൈഡഡ് ബൈ 10 2. ഓക്കെ. ഇനി നമുക്ക് എഫ് ഡി ഡാഷ്, അതായത് നമ്മുടെ എഫിനെ ഇപ്പോൾ കിട്ടിയ ഡി ഡാഷ് ഉണ്ട്. 4 -2 -8. 8 -1 -8. 10 0 0. 6 1 6. 2 2 4. മുമ്പലത്തെ പോലെ നെഗറ്റീവ് സൈഡ് കൂട്ടി 8 8 16 -16. പോസിറ്റീവ് സൈഡ് 10. 16ഉം 10ഉം തമ്മിലുള്ള ഡിഫറൻസ് 6. വലിയ നമ്പർ 16 ആണ്. അതുകൊണ്ട് -6. ഫോർമുല അപ്ലൈ ചെയ്തു. എന്താ? 25 എന്ന് പറഞ്ഞാൽ 25 പ്ലസ് എഫ് ഡി ഡാഷ് നമുക്ക് കിട്ടി -6 ഡിവൈഡഡ് ബൈ എൻ നമുക്കറിയാം ടോട്ടൽ 30 ഇൻറ്റു 10. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് -6നെ 30 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അങ്ങനെ ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ആൻസറിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെ വരുമ്പോൾ മുമ്പലത്തെ ആൻസർ തന്നെ -2 തന്നെ കിട്ടും. ഇനി അത് 25ൻ്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം പ്ലസും മൈനസും ഉണ്ട്. 25 -2 ആണ് 23. കണ്ടല്ലോ, 3ഉം സെയിം ആൻസർ തന്നെ കിട്ടി. ഓക്കെ. അപ്പോൾ ഇങ്ങനെ നമുക്ക് കണ്ടിന്യൂസ് സീരീസിലൂടെ ഈ അപ്പോൾ എല്ലാ മെത്തേഡും, അതായത് അർത്ഥമാറ്റിക് മീനിൻ്റെ എല്ലാ മെത്തേഡും ഞാൻ പറഞ്ഞു. ഇവിടെ നമുക്ക് ഒരു എക്സ്ട്രാ കാൽക്കുലേഷനൂടെ ഞാൻ പറയാം. കമ്പൈൻഡ് മീൻ, അതുകൂടി ഇതിൻ്റെ അകത്തുള്ള ഓർത്തൊരു ചെറിയൊരു കണക്കാണ് കമ്പൈൻഡ് മീൻ. കമ്പൈൻഡ് മീൻ എന്ന് പറഞ്ഞാൽ ഒന്നിലേറെ സാമ്പിൾ സൈസും അതുപോലെ ഒന്നിലേറെ മീനും തരും. ഒന്നിലേറെ മീൻ, അർത്ഥമാറ്റിക് മീൻ ഒന്നിലേറെ തരും, സാമ്പിളും തരും. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്കതിൻ്റെ ടോട്ടൽ കമ്പൈൻഡ് മീൻ കാണണം. ഒന്നിലേറെ സാമ്പിളിൻ്റെ മൊത്തത്തിലുള്ള മീൻ കാണാം. അതാണ് കമ്പൈൻഡ് മീൻ. CM എന്ന് പറയും. അതിൻ്റെ ഇക്വേഷൻ നോക്കിയേ. N1 x bar 1 പ്ലസ് N2 x bar 2 ഡിവൈഡഡ് ബൈ N1 പ്ലസ് N2. ഇനി നമ്പർ കൂടുന്നതിൻ്റെ അനുസരിച്ച് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കും. അതായത് N1 x bar 1 പ്ലസ് N2 x bar 2 പ്ലസ് N3 x bar 3 അങ്ങനെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കും. പിന്നെ താഴെ അതുപോലെ തന്നെ N1 പ്ലസ് N2 പ്ലസ് N3 എന്നും പറഞ്ഞുകൊണ്ട് സാധാരണ ഇത് ഇത്രയും മതി. അവിടെ N1 എന്നും N2 എന്നൊക്കെ പറഞ്ഞ സാമ്പിൾ സൈസുകളാണ്. ഇനി ആദ്യ സാമ്പിൾ സൈസ് N1ൻ്റെ അർത്ഥമാറ്റിക് മീനാണ് x bar 1. രണ്ടാമത്തെ നമ്പറിൻ്റെ അർത്ഥമാറ്റിക് മീനാണ് x bar 2. ഇത്രയും ഓർത്തിരിക്കുക. പിന്നെ ഒരു സിമ്പിൾ കുഞ്ഞ് കണക്കൂടെ. ഞാനൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. സാമ്പിൾ സൈസ്
25 ഫസ്റ്റ് സാമ്പിൾ. അനദർ സാമ്പിൾ സൈസ് 20. അപ്പോൾ ആദ്യത്തെ സാമ്പിൾ സൈസ് 25 N1, രണ്ടാമത്തെ സാമ്പിൾ സൈസ് 20 N2. ആദ്യത്തെ സാമ്പിളിൻ്റെ മീൻ 16 X⁻1 16, രണ്ടാമത്തെ സാമ്പിളിൻ്റെ മീൻ X⁻2 22. അപ്പോൾ കണ്ടല്ലോ, സാമ്പിൾ സൈസ് 25 ഉണ്ട്, 20 ഉണ്ട്, N1 N2. മീനാണെങ്കിൽ 16 ഉണ്ട്, 22 ഉണ്ട്. ഇത്രയേ ഉള്ളൂ സംഭവം. ഇനി ആ ഇക്വേഷൻ അനുസരിച്ച് N1 X⁻1, N1 നമുക്കറിയാം 25 ഇൻറ്റു അതിൻ്റെ മീൻ X⁻1 16 ബ്രാക്കറ്റിൽ കൊടുക്കുക പ്ലസ്. അടുത്ത് N2 എന്ന് പറയുന്നത് 20 ആണ്, ഇൻറ്റു X⁻2 എന്ന് പറയുന്നത് 22 ആണ്, ബ്രാക്കറ്റിൽ കൊടുക്കുക. ദ ഹോൾ ഡിവൈഡഡ് ബൈ N1 പ്ലസ് N2. N1 25, N2 20. ഓക്കെ, ഇനി ആദ്യം 25നെ 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു 400, പ്ലസ് അടുത്ത 20നെ 22 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു 440, ഡിവൈഡഡ് ബൈ 25നെ 20 കൊണ്ട് കൂട്ടുന്നു, ആഡ് ചെയ്യുന്നു 45. അപ്പോൾ 400 പ്ലസ് 440 840, ഡിവൈഡഡ് ബൈ 45 എത്ര വരുന്നു? 18.6. 18.6 കണ്ടോ? അപ്പോൾ ഈ രീതിയിൽ ഈ കമ്പൈൻഡ് മീൻ, ഇത് +2 ഇത് കാണത്തില്ല, അതായത് +1കാർക്ക് കാണത്തില്ല, ഡിഗ്രിക്കൊക്കെ ഉണ്ട് കമ്പൈൻഡ് മീൻ. ഇങ്ങനെ നമ്പർ കൂടുമ്പോഴും അതുപോലെ തന്നെ മീനും കൂടുന്നതിൻ്റെ അനുസരിച്ച് ഇത് വലത്തോട്ട് ഇക്വേഷൻ കൂട്ടിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അതിൻ്റെ അതിൽ. അപ്പം അർത്ഥമാറ്റിക് മീൻ കംപ്ലീറ്റ് ആയി, അതുപോലെ തന്നെ പിന്നെ കമ്പൈൻഡ് മീനുമായി. ഇനി നമുക്ക് വെയ്റ്റഡ് മീനുണ്ട്, ഹാർമോണിക് മീനുണ്ട്, അതുപോലെ തന്നെ ജോമെട്രിക് മീനുണ്ട്. ഇത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ. ഓക്കെ.